ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ മുടി ചൂടാമന്നൻ, ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ വലിയൊരു ചിഹ്നമായി തന്നെ നിലകൊള്ളുന്ന ഒരു ഭീമൻ പ്രതിരോധ ഉപകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. വളച്ചു കിട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് വരാം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, അതെ, ഇൻഡോ റഷ്യൻ പ്രതിരോധ സഹകരണത്തിന്റെ ഒരു കൊടുമുടിയായി നിലകൊള്ളുന്ന ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആധുനിക യുദ്ധത്തിൽ ബ്രഹ്മോസ് മിസൈലിന്റെ മുൻതൂക്കം നേരത്തെയുള്ളതുപോലെ തന്നെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഉള്ളത്. കാലാനുസൃതമായ മാറ്റങ്ങൾ ബ്രഹ്മോസിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിൽ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ മാക് 2.8 മുകളിൽ വേഗത കൈവരിക്കുമെന്നതാണ്. അതായത് മണിക്കൂറിൽ 3400 കിലോമീറ്ററിന് മുകളിൽ വേഗത കൈവരിക്കാനാകും നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന്. അപ്ഡേറ്റുകളുടെ ഭാഗമായി 450 കിലോമീറ്റർ അധിക റേഞ്ച് നേടിയെടുക്കാനാകുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു സംഭവമാണ് ഇന്ത്യയുടെ ബജറ്റ് പ്രഖ്യാപിച്ചു എന്ന കാര്യം. ഇതിൽ രാജ്യസുരക്ഷയ്ക്കായി വലിയ നീക്കിവയ്പ്പുകളാണുള്ളത്. 7.85 ലക്ഷം കോടി രൂപയാണ് 2026 വർഷത്തേക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിരോധ നീക്കിവയ്പ് എന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രതിരോധ നീക്കിവയ്പ് എത്രയായിരുന്നു? 6.81 ലക്ഷം കോടി രൂപയായിരുന്നു. വിമാനങ്ങൾക്കും എയ്റോ എഞ്ചിനുകൾക്കും വേണ്ടി 63,733 കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാന പദ്ധതികളിൽ പല തരത്തിൽ പല വഴിയിൽ കൂടി യുദ്ധവിമാന പദ്ധതികൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ സ്വന്തമായി രാജ്യം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന റഫേൽ പദ്ധതിയും അതുപോലെ തന്നെ റഷ്യയുടെ Su-57 പദ്ധതിയും ഒക്കെ വലിയ ചർച്ചകളിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി 114 ജെറ്റുകൾക്കായി 3.25 ലക്ഷം കോടി രൂപയുടെ വമ്പൻ പദ്ധതിയാണ് വരാനിരിക്കുന്ന റഫേൽ യുദ്ധവിമാന പദ്ധതി. ഇതിൽ തുടക്കത്തിൽ 30% തദ്ദേശീയ ഉള്ളടക്കത്തോടെ റഫേലുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. അതിനുശേഷം ഈ 30% തദ്ദേശീയ ഉള്ളടക്കം എന്നത് മാറ്റി 60% എന്നതിലേക്ക് ഉയർത്തുമെന്നതും രാജ്യത്തിന്റെ ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ റഷ്യയുമായി ചേർന്നുകൊണ്ട് SJ-100 എന്ന യാത്രാ വിമാനം നിർമ്മിക്കാനും നമ്മുടെ രാജ്യം ഒരുങ്ങുകയാണെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ SJ-100 എന്നത് ഒരു പാസഞ്ചർ വിമാനമാണ്. 103 യാത്രക്കാർക്ക് സുഖമായി സഞ്ചരിക്കാനാവുന്ന ഈ വിമാനത്തിന് 3530 കിലോമീറ്റർ റേഞ്ച് ആണ് ഉള്ളത്. റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് തയ്യാറാക്കിയ കരാറിൽ ഈ വിമാനത്തിന്റെ നിർമ്മാണ പദ്ധതി അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് എടുത്തു തന്നെ പറയണം.